എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളോടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്. നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമൻറ്റ് വഴിയിൽ പറഞ്ഞ് അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോകാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു ഞാൻ കാര്യം വെച്ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമൻറ്റ് വഴിയിലും പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, അല്ലാണ്ട് ബാക്കിയുള്ളാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. കിച്ചു മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എൻ്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്. അമ്മേൻ്റെ വില എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല കിച്ചു. അത് ഈ ലോകത്ത് ആർക്കുണ്ടല്ലോ മറ്റുള്ളവരുടെ പ്രൈവസി കയറിയിട്ട് പറയേണ്ട അധികാരം ഒരാൾക്കുമില്ല. ഞാൻ പറയാൻ കാരണം എന്താണെന്നോ, ഇപ്പം ഈ ചങ്ങായി പറയുന്ന കേട്ടോ കിച്ചുവിനോട്, നിനക്കെന്താ പോയിക്കൂടെ, നിന്നെ വളർത്തി വലുതാക്കിയതല്ലേ നിൻ്റെ അമ്മ, എൻ്റെ അമ്മനെ കാണാൻ പോയിക്കൂടെ. അവനായി അവൻ്റെ അമ്മയായി അവരെ കുടുംബ പ്രശ്നങ്ങളായി. അത് നമ്മളായിട്ട് എന്തിനാണ് അവരാ ഒരു കുടുംബത്തിൽ കയറിയിട്ട് ഇങ്ങനെ പറയേണ്ട ഒരു അധികാരം ഒരാൾക്കുമില്ല. നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതൊക്കെ പിന്നെയും പറ്റും അതിനെ പറ്റിയിട്ട് ഒരു അഭിപ്രായം പറയാൻ. ഇവനിങ്ങനെ രേണുവിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവനും സബ്സ്ക്രിപ്ഷനിൽ ഒരു അംഗമായിരിക്കും. ചിലപ്പോൾ സബ്സ്ക്രിപ്ഷനിൽ സബ്സ്ക്രൈബ് ചെയ്തൊരു വ്യക്തിയായിരിക്കും. അതാണ് ഇങ്ങനെ രേണുവിന് ഇവൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഇന്നു കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത് കുറേ ആൾക്കാരുണ്ടോ, കുറേ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല ബ്രോ. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാത്ത. ഇതിൽ ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പം ഈ വീഡിയോയിൽ പറഞ്ഞ ആ വ്യക്തിയോടാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ കണ്ടാൽ ആരാടോ ക്ഷമിക്കല്. കാരണം എന്ന് വെച്ചാൽ അവൻ്റെ അമ്മ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണിത്. ആ വ്യക്തിയാണ് ഇത്രക്ക് വൃത്തികെട്ട വീഡിയോകളൊക്കെ പബ്ലിക്കിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം അത് അറിഞ്ഞുകൊണ്ട് ഒരു മക്കളും ഒരമ്മയോട് പൊറുക്കൂല, ക്ഷമിക്കൂല കേട്ടോ. അത്രയും എന്താ പറയുക, പബ്ലിക്കിൽ മക്കളെ നാണം കെട്ടി ജീവിക്കുന്ന അമ്മയോട് ഏത് മക്കൾ പൊറുക്കും? അല്ലെ, ഈ രേണുസുതി ഒരു അഭിമുഖത്തിൽ പറഞ്ഞല്ലോ, ഞാൻ ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്തത് ഈ ക്യാൻസറിൻ്റെ ചികിത്സക്ക് വേണ്ടിയിട്ടാണ്. ഇതെന്താ ക്യാൻസർ സഹായ ചികിത്സ പദ്ധതിയാണ് ഈ സബ്സ്ക്രിപ്ഷൻ. ഇവിടെ ഒരു വാക്ക് പറയുന്നതിന് ഒരു മാന്യത വേണ്ടേ? ഇവൾക്ക് വേറെ ഒരു തൊഴിലും ചെയ്യാൻ കണ്ടിട്ടില്ലേ? ഈ അവനവൻ്റെ ശരീരഭാഗങ്ങൾ കാണിച്ചിട്ട് കിട്ടുന്ന പൈസനെ കൊണ്ടാണോ ക്യാൻസറിന് ചികിത്സിക്കുക? ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായോ? അപ്പോൾ ഞാനിത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പോൾ അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നില്ല, എനിക്ക് അതിൽ നിന്ന് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ. നീയാണോട് അഭിമാനമുള്ളൊരു മകൻ കേട്ടോ. ആ അമ്മ അങ്ങനത്തെ ഒരു സംസാരിച്ചപ്പോൾ ഇപ്പം പറയുന്നിട്ടില്ല, ഞാൻ ആ ചാപ്റ്റർ അവിടെ വെച്ച് ക്ലോസ് ചെയ്ത്. അത് ക്ലോസ് ചെയ്യണം. ഒരിക്കലും ഒരു മക്കളും ഇങ്ങനത്തെ ഈ അമ്മമാരെ വൃത്തികേട് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത്, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മക്കളുണ്ട് നാട്ടിൽ. പക്ഷേങ്കിൽ എന്താ പറയുക, അത് ചിലപ്പം അതിൻ്റെ കാര്യഗൗരവം മക്കൾക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേങ്കിൽ ആ കാര്യഗൗരവം ഇവൻ മനസ്സിലാക്കി. അപ്പോൾ അവളെ സംസാരത്തിൽ നിന്ന് അതും കൂടി ഇവൻ മനസ്സിലാക്കിയിട്ടാണ് ആ ചാപ്റ്റർ ഇവൻ ക്ലോസ് ചെയ്തത്. പിന്നെ കിച്ചുവിനോട് ആരും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവൻ അത്യാവശ്യം ഒരു പ്രായപൂർത്തിയായ ഒരു പുരുഷനാണ്. അപ്പം അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം എന്താ പറയുക, പിന്നെ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കഴിവ് അവനക്ക് ഇപ്പോൾ ഉണ്ട്. അപ്പം അവനൊരു നല്ല തീരുമാനം. അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ സ്നേഹത്തിൻ്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊന്നും തോന്നിയിട്ട് തോന്നി കേട്ടോ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല. അമ്മേനെ കാണാൻ ഇപ്പോൾ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതി പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു.
എന്തായാലും അമ്മയുടെ ഇത് അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അമ്മയോട് സ്നേഹമുള്ളത് കൊണ്ട് ഈ മകൻ അതെങ്കും ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാം രോഗം ഭേദമാവാൻ. ഇതുപോലും ചെയ്യാത്ത മക്കൾ വരെ എന്താ പറയുക ലോകത്തുണ്ട്. അപ്പം അമ്മയുടെ സ്നേഹം എന്താണെന്ന് ഇവനക്ക് നന്നായിട്ട് അറിയാമെന്ന് ഇപ്പം പറഞ്ഞതട്ടെ. ഇനി ആരും അതിൽ കൂടുതൽ നല്ലൊരു അന്തസ്സോടെ അഭിമാനത്തോടു കൂടി ജീവിക്കുന്ന മക്കൾ ഈ ഫോട്ടോ ഒന്ന് കാണുക കേട്ടോ. അവരെ അമ്മ ഇതുപോലത്തെ പ്രവൃത്തി ചെയ്യുമ്പോൾ ഏത് മക്കൾക്കാണ് അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഈ വീഡിയോ കണ്ടവർ. അപ്പം എന്ന് വെച്ചാൽ ഈ അമ്മ ചെയ്യുന്ന പ്രവൃത്തി ഏത് മക്കൾക്കായാലും അത് പിന്നീട് നമുക്കതൊരു നാണക്കേടാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് പല ആവർത്തി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാണക്കേടാണ്. ഒരു അറിവില്ലായ്മ കൊണ്ട് പലരും തെറ്റ് ചെയ്യാം. പക്ഷെ ഈ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിന് ഒരിക്കലും അതൊരു എന്താ പറയുക അറിവില്ലായ്മ എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ പൈസക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവരെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. അതിൽ കൂടി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവൾ ക്യാൻസറിന് ചികിത്സിക്കുന്നത്.